ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഉമൈസിയാസ് യൂട്യൂബ് ചാനൽ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് 3 പോയിന്റ്സാണ് പറഞ്ഞിരുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്കൊരു സമാധാനം, ഒരു ഒരു സ്വസ്ഥതയൊക്കെ കിട്ടിയ പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തേത് എന്താണെന്നറിയാടാ, നമ്മളുമായി ഒരു പ്രശ്നമുള്ള ഒരാൾ ചിന്തിക്കുക. അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവാതിരിക്കില്ലല്ലോ. ആരെങ്കിലും നമ്മളോട് ഇഷ്ടക്കുറവും ദേഷ്യവും പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, നോർമലാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ ഇഷ്ടക്കുറവ് എന്നുള്ളത് ഒരു 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 നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ ഒന്നും അവരെ ഹേർട്ട് ചെയ്യാതെ, നമ്മളൊന്നും അവർക്കെതിരെ ചെയ്തില്ല, എന്നിട്ടും നമ്മളോട് ആ ഒരു ദേഷ്യം കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ താഴ്ത്തി കളയാൻ, നമ്മളിരിക്കുന്ന പൊസിഷനിൽ നിന്നും എന്താണോ അതിൽ നിന്നും വളരെ ലോ ആക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ, നിങ്ങളുടെ ചുറ്റുമുള്ളത് അങ്ങനത്തെ ആളുകളാണെങ്കിൽ, ട്രൈ നോട്ട് ടു എക്സ്പ്ലെയിൻ. പോയി നിങ്ങൾ അവരുടെ പുറകെ പോയിട്ട് വിശദീകരിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയാണ് എന്നൊന്നും പറയണ്ട. ഒരു കാര്യം ഉണ്ടാവില്ല. പറയാതിരുന്ന് നോക്കിക്കേ, നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും. ലിറ്ററലി നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഒരു പീസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പറഞ്ഞതാണ്. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. അതിൽ വളരെ ചുരുക്കം ആളുകൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ സർക്കാസ്റ്റിക് ആയിട്ട് നമ്മളോട് സംസാരിച്ച്, നമ്മൾ ഇരിക്കുന്ന പോയിന്റിൽ നിന്ന് വലിച്ച് താഴെ ഇടാനുള്ള കഴിവുള്ള, അങ്ങനെ ശ്രമം നടത്തിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ പുറകെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. സി, ദിസ് ഇസ് വാട്ട് ഐ മെന്റ്, ദിസ് ഇസ് വാട്ട് ഐ റിയലി ഡു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാ ചെയ്തത്, ഞാൻ ഇങ്ങനെയാ ഉദ്ദേശിച്ചതെന്നൊക്കെ. പക്ഷെ നോബഡി ലിസൺസ്, നോബഡി കെയർസ്. വിഷമം കൂടി വന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. സോ ഐ ലേൺ. ഞാൻ തീരുമാനിച്ചു, ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാൻ നോക്കില്ല. നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ നോക്കരുത് കേട്ടോ, ഉപദ്രവിക്കണ്ട. പക്ഷെ നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ ചെയ്ത നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീനെ, നിങ്ങളുടെ ഒരു ആക്ഷനെ, എന്തെങ്കിലും കാര്യത്തെ വല്ലാണ്ട് നെഗറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രൈ നോട്ട് ടു എക്സ്പ്ലെയിൻ, സിപ്പ് യുവർ മൗത്ത്, ദാറ്റ്സ് ഇറ്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയോ, നമ്മൾ ഇതുപോലെ തന്നെ സിമിലർ ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിലേക്കെങ്കിലും എത്താൻ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ലക്ഷ്യമാക്കി അതിൻ്റെ പിന്നിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് അത് രണ്ടാമതൊരാളോട് പറയാതിരിക്കുക. ഏറ്റവും അടുത്ത ആൾക്കാരോട് ചിലപ്പോൾ പറയേണ്ടി വരും, നമുക്കൊരു ഹെൽപ്പോ സപ്പോർട്ടോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പറയേണ്ടി വരും. ദറ്റ് ഇസ് ക്വൈറ്റ് ഓക്കെ. പക്ഷേ നാട്ടുകാരോടും കുടുംബക്കാരോടും ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഇതിൽ കൂടെ പോണ ആൾക്കാരോടൊന്നും നിങ്ങളുടെ വിഷനും ലക്ഷ്യവും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അതിൽ കാര്യമില്ലെന്ന് മാത്രമല്ല, എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഇന്റൻസിറ്റി അപ്പുറത്താൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, അതവർക്ക് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ, അസൂയാലുക്കളാണെങ്കിൽ, നെഗറ്റീവ് പീപ്പിൾ ആണെങ്കിൽ, ടോക്സിക് പീപ്പിൾ ആണെങ്കിൽ, ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ ഒരു എയിമുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. റിലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും അത് അങ്ങനെയാണ്. സോ ട്രൈ നോട്ട് ടു എക്സ്പ്ലെയിൻ യുവർ ലക്ഷ്യം, എയിംസ് ടു എനി വൺ. ഓക്കെ. മൂന്നാമത്തത്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്നാമത്തെ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്നറിയോ, ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ ഇതിൽ നിന്ന് മാറാൻ കുറേ ബുദ്ധിമുട്ടി. മാറിക്കഴിഞ്ഞപ്പോൾ ഐ എൻജോയ് ദ മൊമെന്റ്. ശരിക്കും സമാധാനം ഉണ്ടാകുന്നുണ്ട്. എന്താണെന്നറിയോ, നമുക്കൊരു സങ്കടം ഉണ്ടായാൽ നമ്മൾ ആ സങ്കടത്തിൽ ശരിക്കും സങ്കടപ്പെടും, അല്ലേ? സന്തോഷം ഉണ്ടായാലോ നന്നായിട്ട് അങ്ങ് സന്തോഷിക്കും. മിനിമം മീഡിയം ലെവലിൽ അതിനെ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. ഞാനിങ്ങനെ അന്തം വിട്ടൊക്കെ നോക്കാറുണ്ട്. ഹൗ പീപ്പിൾ ആർ മാനേജിങ്. അവർക്ക് എങ്ങനെ സ്വന്തം കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് അത്ര ഒന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന പോയിന്റ് എന്താണെന്നറിയോ, നമുക്കൊരു സങ്കടം വന്നാൽ, ഒരു ദേഷ്യം വന്നാൽ, ബി ഇൻ ദാറ്റ് ഫീലിംഗ് or ഇമോഷൻ. നമ്മൾ ആ ഇമോഷനിൽ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെഡ് ലൈൻ നമുക്ക് കൊടുക്കുക. അതായത് ഓക്കെ, 1 വീക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാം, ഇതിനെപ്പറ്റി സങ്കടപ്പെടാം, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് തലയിലിടാം. പക്ഷെ 1 വീക്ക് കഴിഞ്ഞാൽ ഐ എം നോട്ട് അലൗഡ് ടു ഡു ദിസ് അഗെയിൻ. ഇത് വീണ്ടും വീണ്ടും ചിന്തിക്കാനും സങ്കടപ്പെടാനും ദേഷ്യം തോന്നാനും
വെറുപ്പ് വരാനും ഞാൻ എന്നെ അനുവദിക്കില്ല എന്ന് നമുക്ക് തീരുമാനിക്കുക നിങ്ങൾ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ ആ എന്ത് ഇമോഷനാണോ നിങ്ങളെ ഹേർട്ട് ചെയ്തത്, സന്തോഷിപ്പിച്ചത് പോലും ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ട് ആ ഡെഡ് ലൈനിനുള്ളിൽ അതിനെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഭാരവും ചുമന്ന് സന്തോഷം എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ കേസ്, അനദർ സിനാരിയോ. പക്ഷെ ദേഷ്യം, വെറുപ്പ്, സങ്കടം, മാനസിക ബുദ്ധിമുട്ട്, വിഷമം, ഉത്കണ്ഠ ഒക്കെ നമ്മൾ ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ നീട്ടിക്കൊണ്ട് നടന്നാൽ നമ്മുടെ മാനസികാരോഗ്യത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുമെടാ. അതുകൊണ്ട് ആ ഇമോഷണൽ വെയിറ്റേജിനെ ഡെഡ് ലൈൻ കൊടുത്ത് മാത്രം ഡീൽ ചെയ്യുക. ദിസ് ഡസൻ മീൻ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ സങ്കടം വന്നാൽ സങ്കടപ്പെടണ്ടെന്നല്ല, സങ്കടപ്പെട്ടേക്കണം, കരഞ്ഞേക്കണം. ഒരാളും കരയുന്നവരൊന്നും ദുർബലരൊന്നും അല്ല കേട്ടോ. കരയുന്നവർക്ക് ആ ശക്തി, ട്രൂലി ബിലീവ് മീ, കരയുന്നവർക്ക് ആ ശക്തി. ആ കരഞ്ഞ് വെൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അവരെത്ര ഫ്രീ ആയി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ ഭയങ്കര ഫ്രീ ആവും. നമ്മൾ അത് അവർ കരയുന്നുണ്ടല്ലോ, ദുർബലനാണല്ലോ എന്ന് ചിന്തിക്കുന്നത് നമ്മളായിരിക്കും മണ്ടന്മാർ കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഇമോഷണൽ ആ ഒരു പെയിനിനെ, അല്ലെങ്കിൽ ആ എന്ത് ഇമോഷൻ ആണെങ്കിലും ഒരു ഡെഡ് ലൈൻ വെച്ച് മാത്രം നിങ്ങൾ അതിൽ ഇരിക്കുക. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തിറങ്ങുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.